നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ മിത്രങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. എന്റെ പേര് ജയമോഹൻ. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ചേട്ടനുമുണ്ട്. ചേട്ടന് KSEB-യിലാണ് ജോലി. എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഇലക്ട്രോണിക്സ് ഒക്കെ പാസ്സായി വീട്ടിൽ തന്നെ ഒരു മുറിയിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ശരിയാക്കി കൊടുക്കുന്നതായിരുന്നു എന്റെ പ്രധാന പണി. എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു കൂടിയായ ഷീലച്ചേച്ചി താമസിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് ശശിയണ്ണൻ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങേര് 6 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വരും, പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. അവർക്ക് കുട്ടികളൊന്നുമില്ല. ഷീലച്ചേച്ചി ഒറ്റയ്ക്കാണ് താമസം. ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്തു തൊടുത്ത് ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് ഇരിക്കുന്നത്. ആ വെളുത്തു തൊടുത്ത മൂക്കിൽ അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയും ആ ചിരിയുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ആകർഷണം തന്നെയായിരുന്നു. പഞ്ഞിക്കെട്ട് പോലിരിക്കുന്ന ഷീലച്ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹവും അത്യാർത്തിയുമായിരുന്നു. ഷീലേച്ചി ഞങ്ങളുടെ അടുത്ത് താമസത്തിന് വന്നിട്ട് ഏകദേശം 1 വർഷമേ ആകുന്നുള്ളൂ. എന്റെ വീടുമായിട്ട് നല്ല സഹകരണത്തിലായിരുന്നു ചേച്ചി. ഞാൻ എപ്പോഴും അവിടെ പോവുകയും അവർ മിക്കവാറും എന്റെ വീട്ടിലോട്ട് വരികയും മറ്റും ചെയ്യും. അവർ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന അമ്മയുമായിട്ട് അങ്ങനെ സൊറ പറഞ്ഞിരിക്കും. എന്റെ അടുത്ത് ഭയങ്കര സോഷ്യലായിട്ടൊക്കെയാണ് ചേച്ചി പെരുമാറുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിരാവിലെ ഷീലച്ചേച്ചി എന്റെ വീട്ടിലേക്ക് വന്നു. ആ വരവ് കണ്ടപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് എന്തോ കാര്യസാധ്യത്തിനാണെന്ന്. എന്നാലും സാരമില്ല, ഷീലച്ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അമ്മയുടെ അടുത്ത് എന്നെ അന്വേഷിച്ചിട്ട് ചേച്ചി നേരെ എന്റെ മുറിയിലേക്ക് കയറി വന്നു. ആ, എന്താ ചേച്ചി ഇത്ര രാവിലെ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. എടാ ജയ, നീ വീട്ടിലോട്ടൊന്ന് വന്നേ മോനെ. രാവിലെ തുണി കഴുകാനായിട്ട് തുണിയും ബക്കറ്റിലിട്ട് പൈപ്പിന്റെ ചൂട്ടിൽ ചെന്നപ്പോൾ പൈപ്പ് പണി മുടക്കിയിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം വരുന്നില്ല. എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. നീ വന്നൊന്ന് നോക്കിക്കേ. ഞാൻ ചിരിച്ചുകൊണ്ട് ചേച്ചിയെ ഒന്ന് നോക്കി. എന്റെ മനസ്സിൽ ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണമെന്ന് അതിയായ ആഗ്രഹം കിടന്ന് വീർപ്പുമുട്ടുകയായിരുന്നു. ആ, ഞാൻ വേഗം വരാം ചേച്ചി. അർജന്റ് ആണോ? ആണടാ, രാവിലെ വെയിലിന് മുമ്പ് തുണി കഴുകിയിടണം. ഇല്ലെങ്കിൽ ആ തുണി നനയ്ക്കുന്ന കല്ലിനടുത്ത് ഭയങ്കര വെയിലാ, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ, ഒരു കാര്യം ചെയ്, ചേച്ചി പൊയ്ക്കോ, ഞാൻ പെട്ടെന്നങ്ങ് എത്താം. ഈ മിക്സി പൂന്തോളിലെ ആശച്ചേച്ചി കൊണ്ട് തന്നതാ, അവരിപ്പോൾ ഇങ്ങെത്തും. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കിയേച്ച് ഞാൻ എളുപ്പം വരാം. ഒരു 10 മിനിറ്റിനകം ഞാൻ അങ്ങ് എത്തിയേക്കാം. ശരിയടാ എന്നും പറഞ്ഞ് ചേച്ചി തിരിച്ചുപോയി. ചേച്ചി എന്റെ തൊട്ടടുത്ത് കണ്ടപ്പോൾ ഞാൻ അവരെ അടിമുടി ഒന്ന് നോക്കി. മുടിയൊക്കെ വാരി വലിച്ചു കെട്ടി. ഹോ, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. ചേച്ചിയുമായി അടുക്കാനുള്ള ഒരു നല്ല ചാൻസ് ആണിത്, ഞാൻ മനസ്സിലോർത്തു. മിക്സി അഴിച്ചു നോക്കിയപ്പോൾ അതിന്റെ ആർമച്ചറിനാണ് പ്രശ്നം. വോൾട്ടേജ് കൂടി വൈൻഡിങ് കത്തിയതാണെന്ന് തോന്നുന്നു. ഓ, എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ, ഇതിന് ഇനി സമയമെടുക്കും. ഷീലച്ചേച്ചിയുടെ വീട്ടിൽ പോയച്ചും വരാം. ഞാൻ എഴുന്നേറ്റ് ഷീലച്ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. പോകാനായി ഇറങ്ങിയപ്പോൾ അമ്മ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോനെ എളുപ്പം വരണേ, കവലയിലുള്ള കടയിൽ വരയിൽ നിന്ന് പോകണം. ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞാനൊന്ന് മൂളി. ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അമർത്തി. ജയനാണോടാ? കയറി വാ, കതക് ചാരിയിട്ടേ ഉള്ളൂ, ചേച്ചി അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ കതക് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഷീലച്ചേച്ചി സോഫയിൽ ഒരു ഹെഡ്സെറ്റും ഒക്കെ വെച്ച് മൊബൈലിൽ പാട്ട് ആസ്വദിക്കുകയാണ്. എന്റെ കണ്ണുകൾ ചേച്ചിയുടെ ആ രക്തം കിനിയുന്ന സൗന്ദര്യത്തെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. എവിടുത്തെ പൈപ്പാ ചേച്ചി കംപ്ലൈന്റ്? ഞാൻ ചോദിച്ചു. മോനെ, വടക്കുവശത്ത് തുണി കഴുകുന്നിടത്തെ. നീ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ചായ കുടിച്ചിട്ട് നമുക്ക് നോക്കാവിടാ, ചേച്ചി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സോഫയുടെ സൈഡിലേക്ക് ഇരുന്നു. ചേച്ചി ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ ദ്വയാർത്ഥം വെച്ചാണ് എന്നോട് സംസാരിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചേച്ചിക്കും അടങ്ങാനാവാത്ത ആവേശമുണ്ടെന്ന്. ചേച്ചി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ചേച്ചി നടന്നു പോകുന്നത് നോക്കി ഞാൻ അവിടെ തന്നെ ഇരുന്നു. ചേച്ചി നടന്നു പോയപ്പോൾ പുറകുവശത്ത് തുള്ളിക്കളിക്കുന്ന ആ പിന്നഴക്, ഹോ, എന്റെ അടിമുടി തരിച്ചു കയറി. ചേച്ചി പോയി കുറച്ചു നേരം കൂടി ഞാൻ അവിടെ തന്നെ ഇരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് ചേച്ചിയെ നോക്കാനെന്ന രീതിയിൽ അടുക്കളയിലേക്ക് പോയി. ചേച്ചി ചായ ഒഴിച്ചുകൊണ്ട് നിന്നേത്. ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് എന്റെ കയ്യിലേക്ക് തന്നു. ചായ തന്നപ്പോൾ എന്റെ വിരൽ ചേച്ചിയുടെ വിരലിലൊന്ന് സ്പർശിച്ചു. ഒരു കരണ്ടടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വല്ലാത്തൊരു തണുപ്പ് ആ വിരലുകൾക്ക്. ഞാൻ ചായയും മേടിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് വന്നു. ചേച്ചിയും പുറകെ നടന്ന് ഹാളിലേക്ക് വന്നു. മിക്സി ശരിയായോടാ? ചേച്ചി ചോദിച്ചു. ഇല്ല ചേച്ചി,
അതിച്ചിരി പണി കൂടുതലാ. അഴിച്ചു വെച്ച് ഞാൻ. ഇനി ചെന്നിട്ട് വേണം അതിന്റെ ആർമച്ചർ അഴിച്ച് വൈൻഡ് ചെയ്യാൻ കൊണ്ടുപോകണം. ചേച്ചി മൂളി. ചായ എല്ലാം കൂടി കഴിഞ്ഞ് ഗ്ലാസ് ഞാൻ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. ബാ, പൈപ്പ് നോക്കാം. ഞാൻ മടക്കുവശമുള്ള പൈപ്പിന്റെ അടുത്ത് ചെന്ന് അത് നോക്കി. പൈപ്പിൽ പിടിച്ചതും ശക്തമായി വെള്ളം ചീറ്റി. ശക്തമായി പെട്ടെന്ന് വെള്ളം പൈപ്പിൽ കൂടി ചീറ്റിയപ്പോൾ അവിടെ നിന്ന് എന്റെയും ചേച്ചിയുടെ ദേഹം മൊത്തം വെള്ളം വീണ് നനഞ്ഞു. പെട്ടെന്ന് ചേച്ചി പോയി മെയിൻ വാൽവ് ഓഫ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ചേച്ചി ആകെ നനഞ്ഞൊട്ടിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് മോൻ കുഞ്ഞ് ഉയർന്നു നിൽക്കുന്നത് ചേച്ചിയും ശ്രദ്ധിച്ചു. കാര്യം പറയുന്നതിനിടെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് മോൻകുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു. അതെനിക്കും മനസ്സിലായി. ചേച്ചി പെട്ടെന്നൊന്നും ആലോചിക്കാതെ എന്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ചേച്ചിക്ക് മോൻകുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ഞാൻ അറിയാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈപ്പ് റേഞ്ച് എടുത്ത് പൈപ്പ് അഴിക്കാൻ ആരംഭിച്ചു. ചേച്ചി എന്റെ അടുത്ത് വന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുവാടാ ഇത്? ഇനി ഈ പൈപ്പെങ്ങാനും പൊട്ടുമോ? എന്നെ നോക്കി ചേച്ചി ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ചമ്മലോടുകൂടി തല താഴ്ത്തി നിന്നു. ഈ പൈപ്പ് പൊട്ടാനോ? കൊള്ളാം, ഇത് ഹെവി പൈപ്പാണ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടുന്ന സാധനമല്ല. ചേച്ചി ഒരു ദ്വയാർത്ഥ പ്രയോഗം ഇങ്ങോട്ട് നടത്തിയപ്പോൾ ഞാനും തിരിച്ചൊരു ദ്വയാർത്ഥ പ്രയോഗം ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നടത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ മൊത്തം നനഞ്ഞല്ലോ, വീട്ടിൽ പോയി തുണി മാറി എടുത്തോണ്ട് വരാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ ഇനിയിപ്പോ എന്തിനാടാ വീട്ടിൽ പോകുന്നത്? ഇനി നീ വേറെ ഉടുത്തോണ്ട് വന്നാലും അതും ചിലപ്പോ നനയത്തില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു തോർത്തെടുത്ത് തരാം, നീ അത് ഉടുക്ക്. പണി കഴിഞ്ഞ് പിന്നെ മാറി ഉടുക്കാമല്ലോ. ചേച്ചി അകത്തുപോയി ഒരു തോർത്തും എടുത്തുകൊണ്ട് വന്നു. ചേച്ചിയുടെ ആ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ചേച്ചിയുടെ അടുത്തങ്ങ് നേരിട്ട് ചോദിച്ചാലോ. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. വേണ്ട, പതുക്കെ മതി. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നാണല്ലോ, പതുക്കെ വളയ്ക്കാം, ഞാൻ മനസ്സിൽ കരുതി. ചേച്ചി തോർത്ത് എന്റെ നേരെ നീട്ടി. എന്നാടാ തോർത്ത്, നിന്റെ കയ്യില് ഉരിഞ്ഞിട്ടേച്ച് ഇതുടുക്ക്. ഒരു വിധത്തിൽ ഞാൻ അങ്ങോട്ട് മാറി നിന്ന് എന്റെ നനഞ്ഞ തുണി ഒരു ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ തോർത്തെടുത്തു കൊടുത്തു. ഉടുത്തപ്പോഴോ ആ തോർത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അത് അങ്ങും എത്തത്തില്ല ഇങ്ങും എത്തത്തില്ല, അങ്ങനെയുള്ള ഒരു തോർത്ത്. ഞാൻ വല്ലച്ചാതിലും അത് എത്തിച്ചുകൊടുത്തു. ചേച്ചി ആകപ്പാടെ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് ഞാൻ കൊടുത്ത നനഞ്ഞ തുണി തിണ്ണയിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വന്നു. ആരെങ്കിലും ഇങ്ങോട്ടെങ്ങാനും വന്നാൽ നല്ല രസമായിരിക്കും, ഞാൻ ഓർത്തു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി വേറെ തോർത്തിരിപ്പുണ്ടോ? ഇത് അങ്ങും എത്തത്തില്ല ഇങ്ങും എത്തത്തില്ല, ഇതെല്ലാം പുറത്ത് കാണാം. ചേച്ചി നോക്കിക്കേ, ഞാൻ പറഞ്ഞു. നീ അവിടെ നില്ല്, ഞാൻ പോയി വേറെ ഉണ്ടോന്ന് നോക്കിയേച്ചും വരാം. അതും പറഞ്ഞ് ചേച്ചി അകത്തേക്ക് കയറിപ്പോയി. ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ വേറെ തോർത്ത് കാണല്ലേ. ജയ ഇല്ലടാ, ചെറിയ തോർത്താ ഇനിയും കിടക്കുന്നത്. നീ അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യടാ മോനെ. ഞാൻ മൂളി. പിന്നെ ചേച്ചി ഇവിടെങ്ങാണ് മൺമട്ടി ഇരിപ്പുണ്ടോ? മണ്ണ് മാറ്റി നോക്കണം. ചേച്ചി മൺമട്ടി എടുക്കാനായി പോയി. ഈ തോർത്തു കൊടുത്തുകൊണ്ട് എങ്ങനെ കുനിഞ്ഞു നിന്ന് മൺമട്ടി കൊണ്ട് വെട്ടും, ഞാൻ ഓർത്തു. ചേച്ചിയാണേൽ എന്നെ വീട്ടിലേക്കും വിടില്ല. ആ വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ചേച്ചി മൺമട്ടി എടുത്തുകൊണ്ട് തന്നു. ഞാൻ പൈപ്പ് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം നോക്കി പതുക്കെ മണ്ണ് മാറ്റി. കുറച്ചു മണ്ണ് മാറ്റിയപ്പോൾ തന്നെ പൈപ്പ് തെളിഞ്ഞു കണ്ടു. ഞാൻ മണ്ണ് നീക്കുന്നത് നോക്കി ചേച്ചി നിൽക്കുവാണ്. ഞാൻ ഏറുകണ്ണിട്ട് നോക്കിയപ്പോൾ ചേച്ചിയുടെ കണ്ണ് പല വഴിക്കോട്ട് മാറി മാറി പോകുന്നത് ഞാൻ കണ്ടു. മാത്രമല്ല ആ മുഖം ഒന്നുകൂടി ചുവന്ന് തുടുത്തിരിക്കുന്നു. നെറ്റിയിലും മേൽച്ചുണ്ടിലുമൊക്കെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു. ഞാൻ നിവർന്നു നിന്ന് ചേച്ചി ഒന്ന് നോക്കി. ചേച്ചി ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. കുറച്ച് വെള്ളം വേണമല്ലോ ചേച്ചി കുടിക്കാൻ? ആ ഇപ്പോൾ തരാമടാ മോനെ. ചേച്ചി അടുക്കളയിലേക്ക് നടന്നു. ഞാൻ കയ്യും കാലും കഴുകി വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് നടന്നു. അങ്ങനെ അവിടെ ചെന്ന് മതിവരുവോളം വെള്ളം കുടിച്ച് എന്റെ ദാഹം തീർത്തു.